പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്, നമുക്കറിയാം കേരളത്തിനകത്ത് കൊറോണയുടെയും കോവിഡിൻ്റെയൊക്കെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ കേരളത്തിലെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് വിതരണം ആരംഭിക്കുകയും ഓഗസ്റ്റ് മാസം 13-ാം തീയതി അതിൻ്റെ വിതരണം തുടങ്ങുകയും ചെയ്തിരുന്നു. കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് 11 ഇന സാധനങ്ങളാണ്. പഞ്ചസാരയും ചെറുപയറും ശർക്കരയും ഉൾപ്പെടെയുള്ള 11 വസ്തുക്കളാണ് ഈ കിറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ട വിതരണം 13/8/2020 ആരംഭിച്ചു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കായിരുന്നു ആദ്യഘട്ട വിതരണം റേഷൻ കടയിലൂടെ അവർക്ക് ലഭിച്ചിരുന്നത്. അതിൽ ആദ്യ ദിവസം 1,82,000-ഓളം കിറ്റുകളാണ് വിതരണം ചെയ്തത്. രണ്ടാം ദിവസമായ 14-ാം തീയതി 1,34,277 കിറ്റുകളാണ് വിതരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് 16-ാം തീയതി മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ വാങ്ങാനുള്ള അവസാന ദിവസമാണ്. അവർക്ക് റേഷൻ കടകളിലൂടെയാണ് ഈ കിറ്റുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്ക്ഡൗണിൻ്റെയോ അതല്ലെങ്കിൽ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ആർക്കെങ്കിലും കിറ്റുകൾ വാങ്ങാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ബദൽ നിർദ്ദേശമാണ് സർക്കാർ പറയുന്നത് എന്ന് ഇപ്പോൾ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായി നിങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്നതാണ്. അതിനായി സമകാലികം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ വിതരണം ഇന്നേ ദിവസം മുതൽ അഥവാ 16-ാം തീയതി മുതൽ അവസാനിക്കുകയാണ്. ഇനി വിതരണത്തിനൊരുങ്ങുന്നത് പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണമാണ്. അതിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള കിറ്റുകൾ ഓഗസ്റ്റ് മാസം 19, 20, 21, 22 എന്നീ തീയതികളിലായി റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പോൾ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, റേഷൻ കാർഡിൻ്റെ നമ്പർ അടിസ്ഥാനത്തിലാണ് റേഷൻ കടകളിൽ നിന്ന് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 19-ാം തീയതി 01 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ആളുകൾ റേഷൻ കടകളിലെത്തി കിറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം 20-ാം തീയതി 2, 3 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി 4, 5, 6 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവർക്കും ഓഗസ്റ്റ് മാസം 22-ാം തീയതി 7, 8, 9 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവർക്കും റേഷൻ കടകളിലൂടെ കിറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് മുമ്പായിക്കൊണ്ട് കിറ്റുകൾ വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ തീയതിയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡേറ്റുകളൊന്നും തന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റേഷൻ കടകളിൽ നിന്നും കുറഞ്ഞ അളവിൽ ധാന്യം ലഭിച്ചു വരുന്ന മുൻഗണനേതര കാർഡുകളാണ് നീല, വെള്ള കാർഡുടമകൾ. അവർക്ക് വേണ്ടിയിട്ട് 15 രൂപ നിരക്കിൽ കാർഡ് ഒന്നിന് 10 കിലോഗ്രാം സ്പെഷ്യൽ അരിയുടെ വിതരണം ഓഗസ്റ്റ് മാസം 13-ന് ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓണക്കിറ്റ് വിതരണം 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.